ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം തന്നിരുന്നു. അത് കുറെ പേര് തെറ്റിച്ച് കണ്ടു. അതിന്റെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ്? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. രണ്ട് ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്, പിന്നെ ക്യൂ, അതുപോലെ ക്യൂ. രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എൽ. അതിന്റെ മിഡ് പോയിന്റ് നിന്ന് Z ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കാണാൻ, അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എല്ലാണ്. ഇത് നോക്കാം, നമ്മളപ്പോ എന്താ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ കാണാൻ എന്ത് ചെയ്യണ്ടേ? ആ പോയിന്റിൽ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടു നോക്കുക. ഇവിടെ ഒരു +1 കൂളം ഉണ്ടെന്ന് കരുതുക. അതിനെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലേ? അപ്പൊ ഇതിനെ റിപ്പൽ ചെയ്യാം ഇങ്ങനെ, അല്ലേ? ഇതാണെന്ത്? E. ഇത് ഞാൻ Q1, ഇതിനെ Q2 നിർത്താൽ ഇതാണ് E1, അല്ലേ? അതുപോലെ ഇവിടെ നിൽക്കുന്ന ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിൽക്കുന്ന +1 കൂളമ്പിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലേ? അപ്പൊ എങ്ങനെ റിപ്പൽ ചെയ്യാം? ഇങ്ങനെ, അല്ലേ? ഇതാണ് E2, ഇലക്ട്രിക് ഫീൽഡ് ടു ചാർജ് 2, അല്ലേ? ഇനി എനിക്ക് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ചെരിഞ്ഞാ നിൽക്കുന്നത്, അതുകൊണ്ട് അതിനെ റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഈ ടോട്ടൽ ലെങ്ത് L ആണ്, അതുകൊണ്ട് ഈ സൈഡ് L/2 ആണ്, അതുപോലെ ഈ സൈഡ് L/2 ആണ്, ഇത് Z ആണ്. ഇനി നോക്കാം, ഇത് റിസോൾവ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ E1ഉം E2ഉം സ്ലോപ്പിലാണ് നിൽക്കുന്നത്. സ്ലോപ്പിൽ നിൽക്കുന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും റിസോൾവ് ചെയ്യണം, അല്ലേ? അപ്പൊ ഞാൻ ഇമാജിൻ ചെയ്യാണ് ഈ ആംഗിൾ തീറ്റയാണെന്ന്. ഓക്കെ, ഇതൊരു L ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെന്റിന്റെ ഡിവൈഡർ ആണ്, അല്ലെ? Z എന്ന് പറയുന്നത് ബൈസെക്ട് ചെയ്യാണ്. അതുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്താവും? തീറ്റയാവും. ഈ ആംഗിൾ തീറ്റയാണ് ചെയ്ത ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, ഇത് തീറ്റയാണ്. അതുപോലെ ഇതും എന്താണ്? തീറ്റയാണ്, അല്ലേ? ഇനി E1 നോക്കുക. E1 എനിക്ക് റിസോൾവ് ചെയ്യാം ഇങ്ങനെ ഒരു കമ്പോണന്റും അതുപോലെ ഇങ്ങനെ ഒരു കമ്പോണന്റും, അല്ലേ? അപ്പം ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്, അല്ലേ? അതുകൊണ്ട് ഇത് E1 സൈൻ തീറ്റ എന്ന് വരും. ഇത് മുകളിലേക്കുള്ള കമ്പോണന്റ് E1 കോസ് തീറ്റ എന്ന് വരും, അല്ലേ? ഇവിടെ എഴുതാൻ ഗ്യാപ്പില്ല. ഈ മുകളിലേക്കുള്ള കമ്പോണന്റ് E1 കോസ് തീറ്റ എന്ന് വരും, ശരിയല്ലേ? അതുപോലെ ഇനി എന്ത് ചെയ്യണം? ഇത് റിസോൾവ് ചെയ്യണം, അല്ലെ? ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക്, അല്ലെ? E2 ഇങ്ങോട്ടേക്കാണ്. ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും, മുകളിലേക്കുള്ള കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും. ഈ ആംഗിൾ തീറ്റയാണ്, അതുകൊണ്ട് ഈ ആംഗിൾ എന്താവും? തീറ്റയാണ്. ഇതെന്താവും? E2 സൈൻ തീറ്റ. അതുപോലെ ഈ മുകളിലേക്കുള്ള കമ്പോണന്റ് എന്താണ്? ഇത് E2 കോസ് തീറ്റ. ക്ലിയർ ആയോ? നിങ്ങളൊന്ന് പിന്നെ വലുതാക്കി വെക്കാം, മുകളിൽ സ്പേസ് ഇട്ട് വെക്കാം. മുകളിലേക്കുള്ള രണ്ട് കമ്പോണന്റ് E1 കോസ് തീറ്റ മുകളിലേക്ക്, ഇത് E2 കോസ് തീറ്റ മുകളിലേക്ക്. ഇനി ഇത് E2 സൈൻ തീറ്റ അങ്ങോട്ടേക്ക്, E1 സൈൻ തീറ്റ അങ്ങോട്ടേക്ക്, അല്ലേ? ഇനി എനിക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടാൽ മതി. ഇപ്പൊ ഈ ചാർജ് കാണണോ ഈ ചാർജ് കാണണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ഇനി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടാൽ മതി, അല്ലേ? അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ കാണാം? ഈക്വൽ ടു എങ്ങനെയാ? E1 സൈൻ തീറ്റ, E1 സൈൻ തീറ്റ അങ്ങോട്ടേക്ക്, അല്ലെ? എലോങ് എക്സ് ക്യാപ്. അതുപോലെ E1 കോസ് തീറ്റ മുകളിലേക്ക് പ്ലസ് E1 കോസ് തീറ്റ എലോങ് വൈ ക്യാപ് പ്ലസ്. ഇനി ഇതിന്റെ നോക്കാം, ഇത് E2 സൈൻ തീറ്റ ഇങ്ങോട്ടേക്കാണ്, അല്ലെ? അതുകൊണ്ട് എന്താവും? മൈനസ് E2 സൈൻ തീറ്റ വൈ ക്യാപ് എന്നാവും എലോങ് ദിസ് ഡയറക്ഷൻ. അതുപോലെ ഇനി മുകളിലേക്ക് തന്നെയാണ് എന്ത്? E2 കോസ് തീറ്റ മുകളിലേക്ക്, അല്ലെ? പ്ലസ് E2 കോസ് തീറ്റ, സോറി ഇത് എക്സ് ക്യാപ് ആണ്, അല്ലെ? ഇത് വൈ ക്യാപ് എന്ന് വരും, കറക്റ്റ് അല്ലേ? ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ അല്ലേ, അത് മൈനസ് എക്സ് ക്യാപ്. E2 കോസ് തീറ്റ മുകളിലേക്ക്, അപ്പോൾ E2 കോസ് തീറ്റ പ്ലസ് വൈ ക്യാപ് എന്ന് വരും, അല്ലെ? ഇനി ഇതിൽ നോക്കിയാൽ അറിയാം, E1 E2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, അല്ലെ? E1 ഈക്വൽ ടു എന്താണ്? E1 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരാം? 1/4πε0 ഇൻറ്റു Q, ഇതല്ലേ? Q ബൈ ഈ ഡിസ്റ്റൻസ്, ഇതിന്റെ സ്ക്വയർ ആണ്, അല്ലെ? ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇതറിയാം, അതുപോലെ ഇതും അറിയാം. അപ്പൊ ഇതെന്താ വരിക? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ √z² പ്ലസ് L²/4 എന്ന് വരും, അല്ലെ? അപ്പം എന്ത് വരും? ഇതിന്റെ സ്ക്വയർ ആണ്, അപ്പൊ എന്ത് വരും? z² പ്ലസ് L²/4 എന്ന് വരും.
ക്ലിയർ ആയോ? മനസ്സിലാവില്ലേ ഞാൻ പറയണത്? ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്. ഇതാണ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? √(z²+L²/4). അപ്പൊ 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ഇതിന്റെ സ്ക്വയർ, അതിന്റെ റൂട്ടിന്റെ സ്ക്വയർ ആണ് z²+L²/4 എന്ന് വരും. അതുപോലെ E2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? E2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇതാണ് E2. 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ഇതെന്താണ്? സെയിം തന്നെയാണ് അല്ലെ? ഈ ഡിസ്റ്റൻസും സെയിം ആണ്. എന്താണ്? z²+L²/4 ആണ് അല്ലെ? അപ്പൊ അതും സെയിം തന്നെയാണ്. അതുകൊണ്ട് E1 ഈക്വൽ ടു എന്താണ്? E2 ആണ്. E1 ഈക്വൽ ടു E2 ആണ്. അതുകൊണ്ട് E1 sin θ x ക്യാപ്പും മൈനസ് E2 sin θ x ക്യാപ്പും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? ഒന്ന് E1 sin θ അങ്ങോട്ട് അല്ലെ? അതുപോലെ E2 sin θ ഇങ്ങോട്ടേക്ക്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അല്ലേ? പിന്നെ E1 ഈക്വൽ ടു E2 ആണ്. അപ്പൊ ക്യാൻസൽ ആയി പോയി. പിന്നെ E1 cos θ y cap പ്ലസ് E2 cos θ y cap. E1 ഈക്വൽ ടു E2 ആണ്. അതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 2E1 cos θ y cap എന്ന് വരും അല്ലേ? ഇനി ഈക്വൽ ടു 2 ഇൻറ്റു E1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എന്താ വരിക? z²+L²/4 എന്ന് വരും അല്ലേ? അങ്ങനല്ലേ വരിക? z²+L²/4 എന്ന് പറഞ്ഞാൽ E1 ആയി ഇൻറ്റു cos θ y cap എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? 2E1 cos θ ആണ്. 2 ഇൻറ്റു 2 ഇവിടെ എഴുതി. E1 എന്ന് പറഞ്ഞാൽ 1/4πε0 ക്യൂ ബൈ z²+L²/4 ആണ് എഴുതി. ഇനി ഇൻറ്റു cos θ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ cos θ, ഈ തീറ്റ എന്താന്ന് നമുക്കറിയില്ല, ഇത് നമ്മൾ ചെയ്തതാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുള്ളൂ? 2 charges are separated by a distance L and find the electric field at a distance Z above എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് Z-ഉം L-ഉം തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആൻസർ എപ്പോഴും എന്തിലും വേണം? Z-ലും L-ലും വേണം. അല്ലാതെ ഈ തീറ്റയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. ഈ തീറ്റ എന്ന് പറയുന്ന ആളെ നമ്മൾ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് തീറ്റയെ നമുക്ക് L-ന്റെ Z-ന്റെ ടേംസിൽ മാറ്റണം അല്ലെ? അതെങ്ങനെയാ മാറ്റുക നോക്കാം. ഈ ട്രയാങ്കിളിനകത്ത് cos θ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫ്രം ദിസ് ട്രയാങ്കിൾ cos θ ഈക്വൽ ടു എന്താ? cos θ എന്ന് പറഞ്ഞാല് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഈ ട്രയാങ്കിൾ നോക്കുക. അതിനകത്ത് cos θ എന്ന് പറഞ്ഞാല് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ എന്താ വരിക? z ബൈ ഈ ഹൈപ്പോട്ടന്യൂസ് എന്താ? √z²+L²/4 ആണ് അല്ലേ? ഈ cos θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൊണ്ട് E ഈക്വൽ ടു എന്ത് വരും? 2/4πε0 ഇൻറ്റു ക്യൂ ബൈ z²+L²/4 ഇൻറ്റു z ബൈ √z²+L²/4 എന്ന് വരും. ക്ലിയർ ആണോ? എന്ന് പറഞ്ഞാൽ E ഈക്വൽ ടു y cap ഈക്വൽ ടു 2q by 4πε0 into z by z²+L²/4 whole raised to 3/2 എന്ന് വരും അല്ലേ? ഇതാണ് എന്ത്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കോപ്പി അടിക്കുകയൊക്കെ ചെയ്യുക. കോപ്പി അടിക്കണമെന്നല്ല, എനിക്കൊരു പാകം വേണം, ഒരു മയൊക്കെ വേണം കേട്ടോ. എന്താണോ അയാൾ ചെയ്തത് അതുപോലെ അങ്ങോട്ട് എടുത്ത് അയക്കരുത്. ഓക്കെ? അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 24/7 ചോദിക്കാം. ഞാൻ എപ്പോൾ ചോദിച്ചാലും ഞാൻ ആ മെസ്സേജ് എപ്പോൾ കാണുന്നു അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിലേറൊന്നും പറ്റില്ല, ചോദിക്കരുത്. അപ്പൊ എങ്ങനെയാണ്? ഓക്കെ, ഈക്വൽ ടു 2q by 4πε0 into z²+L²/4 whole raised to 3/2 y cap. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് ഈ പ്രോബ്ലം കാണാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, രണ്ട് ചാർജ് ഉണ്ട്, അതിന്റെ സെപ്പറേഷൻ L ആണ്. അതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് Z ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇതേ ക്വസ്റ്റ്യന്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ആ സ്പെഷ്യൽ കേസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആ സ്പെഷ്യൽ കേസ് ഇതാണ്: when Z is much greater than L. Z is much greater than L. Z much greater than L എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്. ഈ Z എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിലെ ഡിസ്റ്റൻസ്. ഇത് കുറേ ദൂരം തരുക എന്ന് പറഞ്ഞാൽ
ശരിക്കും എങ്ങനെയാ കേസ്? ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ്. ഓക്കെ, ഇതാണ് അവർ തമ്മിലുള്ള സെപ്പറേഷൻ എൽ. ഇനി ഫീൽഡ് എനിക്ക് എവിടെയാണല്ലേ? ഇവിടെ. ഇതാണ് സെഡ് എന്നിരുന്നത്. ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഇത്. അപ്പൊ സെഡ് മച്ച് ഗ്രേറ്റർ ദാൻ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും പറയാം? എൽ മച്ച് ലെസ് ദാൻ സെഡ് എന്നും പറയാം. സെഡ് വളരെ വലുതാണെന്ന് പറഞ്ഞാൽ എൽ വളരെ കുറവാണെന്ന് അർത്ഥം അല്ലെ? എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ ഹാളിൽ നിൽക്കുകയാണ്. റൂമിന്റെ ആ ചുമരിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 ചാർജ് വെച്ചിട്ടുണ്ട്. 2 ചാർജ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ ഞാൻ അതിന്റെ മിഡ് പോയിന്റ് നിന്ന് സെഡ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞത്. അപ്പം എൽ മച്ച് ലെസ് ദാൻ സെഡ് എന്ന് പറയാം. സെഡ് മച്ച് ഗ്രേറ്റർ ദാൻ എൽ എന്ന് പറഞ്ഞാൽ എൽ മച്ച് ലെസ് ദാൻ സെഡ് എന്ന് പറയാം. അങ്ങനെയാണെച്ചാൽ എൽ ഈസ് മച്ച് ലെസ് ദാൻ സെഡ് എന്ന് പറഞ്ഞാൽ എൽ വളരെ കുറവാണെന്നല്ലേ? എൽ വളരെ കുറവാണെച്ചാൽ എൽ സ്ക്വയർ വളരെ കുറവാണെന്നല്ലേ അർത്ഥം? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എൽ സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം അല്ലെ? ഒരു ക്വാണ്ടിറ്റി നമ്പർ കുറയുന്നിടത്തോളം അതിന്റെ സ്ക്വയറിങ് എന്ത് ചെയ്യാം? വീണ്ടും കുറേ ചെയ്യാം. എൽ വളരെ ചെറുതാണ്, പിന്നെ അതിനെ സ്ക്വയർ ചെയ്ത് വീണ്ടും ചെറുതാവുക ചെയ്യാം. അതുകൊണ്ട് ഇഫ് എൽ ഈസ് മച്ച് ലെസ് ദാൻ സെഡ് then we can neglect എൽ സ്ക്വയർ ബൈ 4. എൽ സ്ക്വയർ ബൈ 4 നെഗ്ലക്ട് ചെയ്ത് എന്താ വരിക? ഈക്വൽ ടു എന്ത് വരും? 2q by 4 pi epsilon 0 into z by z square all raised to 3 by 2 വരും അല്ലെ? എൽ സ്ക്വയർ ബൈ 4 നമ്മൾ നെഗ്ലക്ട് ചെയ്താണെന്നില്ലേ? ഈ z square raised to 3 by 2 പറഞ്ഞാൽ എന്താവും? 2 കട്ട് ചെയ്ത് പോകും. അപ്പൊ z ക്യൂബ് ആവും അല്ലെ? z ക്യൂബും z ഉം കട്ട് ചെയ്ത് പോയാൽ എന്താവും? ഇവിടെ z സ്ക്വയർ ആവും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 1 by 4 pi epsilon 0 into 2q by z square എന്ന് വരും അല്ലെ? 1 by 4 pi epsilon 0 into 2q by z square എന്ന് വരും. ഈ ആൻസർ റീസണബിൾ ആണോ എന്നും കൂടെ നോക്കണം. 2 ചാർജുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത് കുറെ ദൂരത്തിലാണ് നിൽക്കണേ. z എന്ന് പറയുന്നത് കുറെ ദൂരത്തിലാണ്. ഇതാണ് z ഡിസ്റ്റൻസ്. ഈ പോയിന്റില് അത്രയും ദൂരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആ 2 ചാർജിനെ കാണുമ്പോൾ നമുക്ക് അവർ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് തോന്നൂല. എങ്ങനെ തോന്നാം? ഒറ്റ ചാർജ് ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? q plus q 2q അല്ലെ? അപ്പൊ നമ്മളെ പ്രോബ്ലം എന്തായി മാറി? ഇവിടെ 2q എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. അവിടെ നിന്നും z ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താ? 1 by 4 pi epsilon 0 q by r square അല്ലേ? എന്ന് പറഞ്ഞാൽ 1 by 4 pi epsilon 0 into q എന്ന് പറഞ്ഞാൽ എന്താണ്? 2q by z square എന്ന് വരും. അതല്ലേ അവിടെ കിട്ടി? അപ്പൊ അതാണ് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ്. ഓക്കെ, ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് തെറ്റിച്ചവരൊക്കെ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ പല കേസിലും നമുക്ക് പോയിന്റ് ചാർജുമായിട്ടല്ല ഡീൽ ചെയ്യാണ്ടാവുക. പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് ശരിക്ക് എന്താ പറയാ, റെയർ ആയിട്ട് വരുന്ന കേസസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ അതിന്റെയൊക്കെ കേസിൽ നമുക്ക് പോയിന്റ് ചാർജസ് ആയിട്ട് പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. പല ലൈഫ് സിറ്റുവേഷൻസിലും പോയിന്റ് ചാർജിന് പകരം ഒരു ലൈനിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു സർഫസിൽ ചാർജ്, അല്ലെങ്കിൽ ഒരു വോളിയത്തിനകത്ത് ചാർജ്, അങ്ങനെയൊക്കെ വരിക. അപ്പൊ അത്തരം കേസിൽ നമുക്ക് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരിക. ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 തരത്തിലുണ്ട്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 തരത്തിലുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഒരു പോയിന്റിലല്ലാതെ ഒരു ലീനിയർ ആയിട്ട് ഒരു ലൈനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് എ പോയിന്റ് ചാർജ് ഹാവിംഗ് ചാർജ് ക്യൂ എന്നല്ലേ? അല്ലെ? എ പോയിന്റ് ചാർജ് ഹാവിംഗ് ചാർജ് പ്ലസ് ക്യൂ കൂളം, അങ്ങനെയല്ലേ പറഞ്ഞേ? അതിന് പകരം ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താവും? മൊത്തത്തിൽ ഒരു ലൈൻ സെഗ്മെന്റ്, സപ്പോസ് ഒരു മെറ്റാലിക് സ്ട്രിപ്പ് അല്ലേ, ഒരു വയർ, ഇതിന്റെ മൊത്തം ചാർജ് എന്താണ്? ക്യൂ ആണ്. അങ്ങനത്തെ കേസ് വരാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ലൈൻ ചാർജ് ഹാവിംഗ് എന്താണ് ചാർജ് ക്യൂ അല്ലെ? ഒരു ലൈൻ ഉണ്ട്, അതിന്റെ മൊത്തം ചാർജ് എത്രയാണ്? ക്യൂ ആണ്. അത്തരം കേസിൽ നമുക്ക് എന്താണ്? ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ലീനിയർലി അല്ലെ? അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേം ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. Charge per unit length is called linear charge density. It is defined as lambda equal to dq by dl. അല്ലേ? dq by dl ആണെന്ത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇനി ചില കേസിൽ എന്താവാം? ഇതിപ്പോ ഒരു ലൈനിലാണ്, പകരം എന്താവാം? ഒരു സർഫസിലാവാം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അല്ലെ? അവിടെ എങ്ങനെയാണ്? കൺസിഡർ എ സർഫസ് this
ഒരു സർഫസ് ഉണ്ട് ഓഫ് എനി ഷേപ്പ് അല്ലേ, അതിന്റെ ഏരിയ എ ആണ്. ഇതിനകത്തൊരു ചെറിയ എലമെന്റ് ആണെന്ത് ഡി എ എന്ന് പറഞ്ഞാൽ അല്ലെ ഡി എസ് എന്ന് പറയുന്നത് അല്ലെ. ഇതിനകത്ത് ചെറിയൊരു ഏരിയ എലമെന്റ് ആണ് ഡി എസ്. ഓക്കെ, ഇവിടെ ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസ്. ഒരു പ്ലേറ്റിൽ മൊത്തം ചാർജ് ഉണ്ട്, അതിന്റെ ചാർജ് ക്യൂ വന്നിരുക അല്ലെ. ഇതിന്റെ മൊത്തം ചാർജ് എന്താണ് ക്യൂ വന്നിരുക. അങ്ങനെ സർഫസ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഡിഫൈൻഡ് ആസ് ദി ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഡി ക്യൂ ബൈ ഡി എസ് അല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി എ എന്ന് പറയാം, ഡി എസ് ഓ ഡി എ ഒക്കെ പറയാം അല്ലെ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലെ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ. അതുപോലെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ. അതുപോലെ ചില കേസിൽ എന്താവാം, ദ ചാർജ് മൈറ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോളിയം. അതിനെന്താണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. സപ്പോസ് ഒരു വോളിയം ഉണ്ട് എന്ന് എഴുതാം അല്ലെ. അതിനകത്തൊരു ചെറിയ വോളിയം എലിമെന്റ് ആണ് ഡീറ്റോ എന്ന് എഴുതാം അല്ലെ. ഡീറ്റോ എന്ന് പറഞ്ഞൊരു വോളിയം എലിമെന്റ്, ഇതിന്റെ മൊത്തം വോളിയം വി ആണ്. അതിനകത്ത് ചാർജ് ക്യൂ ഉണ്ട്. ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ക്യൂബ്, അതിന്റെ മൊത്തം ചാർജ് എന്താണ് ക്യൂ ആണെന്ന് എഴുതാം. അത്തരം വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസിന്റെ കേസിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതിനെയാണ് എന്താ പറയാ വോളിയം ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ചാർജ് പെർ യൂണിറ്റ് വോളിയം ഡി ക്യൂ ബൈ ഡീറ്റോ അല്ലെ. റോ ഇസ് ഡിഫൈൻഡ് ആസ് ദി ചാർജ് പെർ യൂണിറ്റ് വോളിയം ഡി ക്യൂ ബൈ ഡീറ്റോ അല്ലെ. ഇങ്ങനെ 3 ക്വാണ്ടിറ്റീസ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ചാർജ് മേ നോട്ട് ബി കോൺസെൻട്രേറ്റഡ് അറ്റ് എ സിംഗിൾ പോയിന്റ്, ഇറ്റ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ ലൈക്ക് ദിസ്. In that case, linear charge density is defined as the charge per unit length, or it may be distributed over a surface, and in that case we have to define a quantity called surface charge density dq by ds, or the charge might be distributed over a volume. In that case we have to define a quantity called volume charge density rho, and is given as dq by dt, which means the charge per unit volume. ഇങ്ങനെ 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇത് 3ഉം അറിയണം, നിർബന്ധം. സിമ്പിൾ ആണ്, ലാംഡ സിഗ്മ റോ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി വരാൻ പോകുന്ന പ്രോബ്ലംസിൽ മുഴുവൻ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് വരും. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസിനകത്ത് നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ഇന്റഗ്രേഷന്റെ ഫോർമുലയാണ് ഈ തന്നിട്ടുള്ളത്. ഒന്നാമത്തത് ഇന്റഗ്രൽ 1/x² + a² whole raised to 3/2 dx equal to x/a² root of x² + a². ഇവിടെ a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, x ആണ് വേരിയബിൾ. അതുപോലെ രണ്ടാമത്തെ റിസൾട്ട് ഇന്റഗ്രൽ x/x² + a² whole raised to 3/2. ഇവിടെ 1/x² + a² raised to 3/2 വരുന്നു. ഇവിടെ x/x² + a² whole raised to 3/2 dx equal to -1/root of x² + a². അല്ലെ, ഇവിടെ x ഇല്ല, ഇവിടെ x ഉണ്ട്. ഇവിടെ x ഇല്ല, ഇവിടെ x ഉണ്ട്. അതുപോലെ ചേഞ്ച് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചേ മതിയുള്ളൂ. ആ ഇന്റഗ്രേഷൻ റിസൾട്ട് നിങ്ങൾ പഠിച്ചതാണ്, +2 നിങ്ങൾ പഠിച്ച റിസൾട്ട് ആണ്. അപ്പൊ ഇത് എന്തായാലും ഒന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ആൾ.